മാതാ, പിതാ, ഗുരു, ദൈവം. നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ള ഒരു മഹത് വാക്യമാണ്. ഫസ്റ്റിലെ മാതാവിനും പിതാവിനും, രണ്ടാമതായി ഗുരുവിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ മൂന്നാമതാണ് അവിടെ ദൈവത്തെ സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കണമെന്നല്ലേ. എന്നാൽ ഇവിടെ മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ വന്നത്? സ്നേഹമുള്ളവരെ, ദൈവം എന്ന് പറയുന്നത് അദൃശ്യമാണ്. നമ്മളാരും കാണാത്തതും കണ്ടിട്ടില്ലാത്തതുമാണ്. എന്നാൽ മാതാവും പിതാവും ഗുരു നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ രണ്ട് വ്യക്തികളാണ്. അപ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ഗുരുവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് അദൃശ്യനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത്. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾക്കോ ഗുരുവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാത്ത മക്കൾക്കോ ഒരിക്കലും അദൃശ്യനായിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ഗുരുവിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി, അതിലൂടെ അവൻ ദൈവത്തെയാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് മാതാ, പിത, ഗുരു, ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.